അടുത്ത 65 വർഷക്കാലം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാം. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാം. ഇതിനെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. സാർ, ചെറിയൊരു കഥ പറയാം. കഥ എന്ന് പറയുന്നത് വലിയ കഥയൊന്നുമല്ല, നിങ്ങൾ സാധാരണ കേൾക്കുന്നത് പോലത്തെ ഒരു ചെറിയ കഥ. ഒരിക്കൽ ഇതുപോലെ തന്നെ ഉള്ളൊരു ഗുരുകുലത്തിൽ ഒരു ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. കുറേ നാൾ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗുരുവിന് മനസ്സിലായി തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ഭയങ്കര ഒരു ലേസി ലിസണറാണ്. എപ്പോഴും മടി മനസ്സിൽ സൂക്ഷിച്ച് ഒന്നിലും ഒരു കൃത്യതയില്ലാത്ത ഒരാളെന്ന് മനസ്സിലായി ഒരു ശിഷ്യന്. ഏകദേശം ക്ലാസ്സുകളൊക്കെ തീരാറായി. പക്ഷേ ഈ ഒരു ശിഷ്യനെയും കൂടെ ജയിപ്പിക്കണം എന്നൊരാഗ്രഹം ഗുരുവിനുണ്ടായി. ക്ലാസ്സൊക്കെ തീരുന്ന സമയമായപ്പോഴത്തേക്ക് ഈ ഗുരു തൻ്റെ കയ്യിൽ കിടന്ന ഒരു മോതിരമൂരി ഈ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നിപ്പോൾ വൈകുന്നേര സമയം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയി. നാളെ വൈകുന്നേരം വരെ നിനക്ക് സമയമുണ്ട്. ഞാൻ ഒരിടം വരെ യാത്ര പോവുക. ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ ഈ മോതിരം നീ തിരിച്ചെന്നെ ഏൽപ്പിക്കണം. ഞാൻ വെറുതെ ഒരു മോതിരമല്ല നിൻ്റെ കയ്യിൽ തരുന്നത്. ഇതിനൊരു ശക്തിയുണ്ട്. ഇതൊരു മാന്ത്രിക മോതിരമാണ്. ഈ മോതിരം കൊണ്ട് നിന്റെ മുമ്പിൽ കാണുന്ന കോപ്പർ എന്ന ലോഹം ഉപയോഗിച്ചിട്ടുള്ള എന്ത് കാര്യത്തിനെയും അതിലൊന്ന് ഉരസിയാൽ നിനക്കത് ഗോൾഡാക്കി മാറ്റാം, സ്വർണമാക്കി മാറ്റാം. അങ്ങനെ ആക്കുന്ന സ്വർണം കൊണ്ട് നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്കിനി സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു ദിവസം സമയം കൊടുത്തു. ഈ മോതിരവും കൊടുത്തു. ആ മോതിരം കൊണ്ട് ഒരു വരവും കൊടുത്തു. ഇത് കിട്ടിയ പാടെ ആ ശിഷ്യന് ഒത്തിരി സന്തോഷമായി. ഞാൻ ഇനി ഒത്തിരി സ്വർണം ഉണ്ടാക്കും, ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കും. ആദ്യം കുറേ സമയം ഇതിനെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ടു. ഈ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കണ്ടു. എന്നിട്ട് ചിന്തിച്ചു, എന്തായാലും ഇപ്പോൾ വൈകുന്നേരമായി, നാളെ വൈകുന്നേരം വരെ സമയമുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ മുതൽ അങ്ങ് തുടങ്ങിയേക്കാം. സുഖമായിട്ട് കയറി കിടന്നുറങ്ങി. പക്ഷെ എന്നും വൈകി ഉണരുന്നതുകൊണ്ട് തന്നെ അടുത്ത ദിവസവും ഉണരാൻ വൈകി. ഉണർന്ന പാട് ചാടി എഴുന്നേറ്റു. ഇത് ചെയ്യണമല്ലോ. ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ചു, ആഹാരം കൂടെ കഴിച്ചിട്ട് തുടങ്ങിയേക്കാം, വൈകിയതല്ലേ, രാവിലത്തെ ആഹാരം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം. അങ്ങനെ ആഹാരം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആഹാരം കഴിപ്പൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഉറക്കം, മയക്കം തോന്നുന്നു. ഒരു ശക്കലം നേരം ഒന്ന് ഉറങ്ങിയേച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, തുടങ്ങാം. അങ്ങനെ ഉറങ്ങാൻ പോയി. പക്ഷെ കുറേ കൂടുതൽ സമയം അങ്ങ് കിടന്നുറങ്ങി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ചിന്തിച്ചു, എനിക്ക് എത്രയും വേഗം ഗുരു വൈകുന്നേരം വരും, അതിനു മുമ്പ് ഇത് തിരിച്ചു കൊടുക്കണം. ഈ ഗുരുകുലത്തിൽ തപ്പിക്കഴിഞ്ഞാൽ കോപ്പറും ലോഹവും ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളൊക്കെ കിട്ടാൻ കുറവാണ്. എന്നൊരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി പൈസ ഇരിപ്പുണ്ട്. ഇതുമായിട്ട് നേരെ ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാൽ അവിടുന്ന് കുറേ കിട്ടും, കോപ്പർ യൂസ് ചെയ്തിട്ടുള്ള വയറുകളോ കമ്പികളോ ഒക്കെ കിട്ടും. അതെല്ലാം മേടിച്ചങ്ങ് സ്വർണ്ണമാക്കാം. പെട്ടെന്ന് എളുപ്പമുണ്ടല്ലോ, ഗുരുകുലത്തിൽ മുഴുവൻ തപ്പി നടക്കുന്ന പാടല്ലേ. നേരെ അങ്ങോട്ട് ഓടി ചെന്നിട്ട് അങ്ങനെയുള്ള ഷോപ്പൊന്നും കാണുന്നില്ല. അവസാനം ഒരു കട കിട്ടി. പക്ഷേ ഈ കയ്യിലുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് കോപ്പറേ കിട്ടത്തുള്ളൂ. എന്നാൽ അത് ചെയ്യണ്ട. പിന്നെന്ത് ചെയ്യാം? കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ ലോഹം കോപ്പർ കിട്ടാൻ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ആക്രിക്കടയിൽ പോവാം. അവിടുന്ന് ആകുമ്പോൾ കുറച്ച് പൈസ കൊണ്ട് ഒത്തിരി കിട്ടും. അങ്ങനെ പോയി. അങ്ങനെ തപ്പിപ്പോയി. ആ കടയും കാണാൻ സാധിച്ചില്ല. അവസാനം വൈകുന്നേരം ഗുരു എത്തുന്നതിന് മുമ്പ് തിരിച്ചെത്തണമല്ലോ, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എന്നാൽ തിരിച്ച് ഗുരുകുലത്തിൽ തന്നെ ചെന്ന് അവിടെ ഉള്ളതെങ്കിലും ടച്ച് ചെയ്ത് സ്വർണ്ണമാക്കാമെന്ന് പറഞ്ഞ് നേരെ ഓടി ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഗുരു കയ്യിൽ നീട്ട് നിൽക്കുന്നതാണ്. മോതിരം ഇങ്ങ് തിരിച്ചു തന്നേക്ക്. കെഞ്ചി അപേക്ഷിച്ച് നോക്കി, കുറച്ച് സമയം കൂടെ എനിക്ക് അനുവദിച്ചില്ല. ആ ശിഷ്യനൊരു കാര്യം മനസ്സിലായി, ഈ മാറ്റിവെച്ചും ഈ മടി കാണിച്ചും പോയത് കൊണ്ടാണ് ഇത്രയും എൻ്റെ ജീവിതത്തിന് ഇത്രയും നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ധനം ശേഖരിക്കാൻ ഒരവസരം ഗുരു തന്നിട്ട് പോലും എനിക്കത് സാധിക്കാതെ പോയത്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരാഴ്ചയായിട്ടോ ഒരു മാസമായിട്ടോ ഒരു വർഷമായിട്ടോ കരുതുക. ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ എഫോർട്ട് എടുത്താൽ അടുത്ത 65 വർഷക്കാലം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാം. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാം. ഇതിനെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക.